نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ആ നിലയ്ക്ക് ജീവിച്ച് അപ്രകാരം 6 അടി മണ്ണിന്റെ ഭാഗമാവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോക മുസ്ലിം ജനതയുടെ കണ്ണും അവരുടെ കാതും അവരുടെ മനസ്സും മക്ക രാജ്യത്തിലേക്കും ഹാജിമാരിലേക്കും തിരിയുന്ന ഏറെ സന്തോഷകരമായ സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ പവിത്രമായ സമയത്ത് ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉള്ള പ്രത്യേകതകളെ പറ്റിയുമൊക്കെ
സാന്ദർഭികമായി ചില കാര്യങ്ങൾ നാം ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, മുസ്ലിം ലോകത്തിന്റെ ഹൃദയം ഇണക്കപ്പെടുകയും ബന്ധം നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന നാടാണ് മക്ക രാജ്യം. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ കാണാനുള്ള ഭാഗ്യം, അവരോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന പുണ്യഭൂമിയാണ് മക്ക രാജ്യം. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ പേരുകളിൽ ഈ മക്ക രാജ്യത്തെ അല്ലാഹു തആല അഭിസംബോധന ചെയ്തത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിന്റെ 48-ാം അധ്യായം സൂറത്ത് ഫത്ഹിന്റെ 24-ാമത്തെ വചനത്തിൽ ഈ രാജ്യത്തെ അല്ലാഹു തആല മക്ക എന്ന് പേര് വിളിച്ചത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം അതിന്റെ 96-ാമത്തെ വചനത്തിൽ ബക്ക എന്ന് ഈ രാജ്യത്തെ അല്ലാഹു തആല അഭിസംബോധന ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിന്റെ 42-ാം അധ്യായം സൂറത്ത് ശുഅറാഇന്റെ 7-ാമത്തെ വചനത്തിൽ ഉമ്മുൽ ഖുറാ എന്ന് അല്ലാഹു ഈ രാജ്യത്തെ വിളിച്ചത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിന്റെ 95-ാം അധ്യായത്തിൽ ബലദുൽ അമീൻ എന്നും ഈ രാജ്യത്തെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ വിവിധ പേരുകളിലായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ച ഒരു രാജ്യം. മാത്രവുമല്ല, അല്ലാഹു തആല ഏറെ പവിത്രത കൽപ്പിച്ച ഭൂമിയാണ് മക്ക രാജ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അന്ന് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മക്ക രാജ്യവുമായി ബന്ധപ്പെട്ട് ഉന്നതമായ ഒരു പ്രഖ്യാപനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിലെ 1353-ാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. വഖാല യൗമിൽ ഫത്ഹി മക്ക, മക്കം ഫതഹിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തൊട്ടേ മക്ക രാജ്യത്തിന് അല്ലാഹു തആല പ്രത്യേകമായ ഹുർമത്ത്, പവിത്രത ഈ രാജ്യത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഇനിയോ ഈ രാജ്യത്തിന്റെ പവിത്രതയും ഈ രാജ്യത്തിന്റെ ഫദായിലുകളും അത് ലോകാവസാനം വരെ നിലനിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ഈ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിലെ 2129-ാമത്തെ ഹദീസ് നമ്പറായി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. ഇന്ന ഇബ്രാഹിം ഹറമ മക്ക വദഅ ലഹാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ മക്ക രാജ്യത്തിന് ഹുർമത്തുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്, പവിത്രതയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വദഅ ലഹാ, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നിർഭയത്വത്തിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ സമ്പല് സമൃദ്ധിക്ക് വേണ്ടി ആ പ്രവാചകൻ അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. മാത്രവുമല്ല,
അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ രാജ്യമാണ്, നാടാണ് മക്കാ രാജ്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. വതീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അത്തിമരം തന്നെയാണ് സത്യം, ഒലീവ് വൃക്ഷം തന്നെയാണ് സത്യം, തൂരി സീന പർവ്വതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമാകുന്ന ഈ മക്കാ രാജ്യം തന്നെയാകുന്നു സത്യം എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തീനിലും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് സൂറത്ത് ബലദിലൂടെയും അല്ലാഹു തആല ഈ രാജ്യത്തെ സത്യം ചെയ്തു പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഇനിയോ ലോകത്തൊരുപാട് പ്രദേശങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാഥന് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശം ഏതാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഖസ്വറ എന്ന് പറയുന്ന ഒരു കുന്നിൽ കയറി ഇപ്രകാരം തന്റെ പ്രിയപ്പെട്ടവരോട് ആ പ്രഖ്യാപനം നടത്തുകയാണ്. വല്ലാഹ് ഇന്നക ലഖൈറു അർളില്ലാ വഅഹബ്ബു അർളിൻ ഇലല്ലാഹി അസ്സ വജല്ല. മക്കാ രാജ്യമേ, ഈ ദുനിയാവിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ പടച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം നീയാണ് മക്കാ രാജ്യമേ എന്ന് മക്കാ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ലോകാവസാനം ആവുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ദജ്ജാലിന്റെ ഫിത്ന വരാത്ത ഒരു രാജ്യവും ഒരു നാടും ഇവിടെ ഉണ്ടാവുകയില്ല. ദജ്ജാലിന്റെ ഫിത്ന അത് സർവ്വനാടുകളിലേക്കും വ്യാപിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നമസ്കാരത്തിൽ ദിനേന നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. പടച്ചോനെ, മസീഹുദ് ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്ന്, അവന്റെ ഫിത്നകളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകത്തിന്റെ ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ അവിടേക്കെല്ലാം ദജ്ജാൽ വരികയും അവിടെയുള്ള മനുഷ്യരെ പിഴപ്പിക്കാനാവുന്ന ശ്രമങ്ങൾ അവൻ നടത്തുകയും ചെയ്യും. എന്നാൽ ദജ്ജാലിന്റെ കാലടി സ്പർശമേൽക്കാത്ത രണ്ട് രാജ്യം മാത്രമേ ലോകത്തുള്ളൂ. അതേതാണെന്നറിയുമോ? ഇല്ലാ മക്ക വൽ മദീന. മക്കയും മദീനയും അല്ലാത്ത മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ദജ്ജാൽ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിലെ 1881 നമ്പർ ഹദീസായി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മാത്രമല്ല സഹോദരങ്ങളെ, ഈ മക്കാ രാജ്യത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം അതിന്റെ 97-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. ഈ രാജ്യം ഇത് ആളുകൾക്കുള്ള ദൃഷ്ടാന്തമാണ്. വമൻ ദഖലഹു കാന ആമിന. ആരൊക്കെയാണോ ഈ മക്കാ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അവന് നിർഭയത്വമുണ്ട്, ശാന്തിയുണ്ട്, സമാധാനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്രയേറെ ശ്രേഷ്ഠതയുണ്ടാവാനുള്ള കാരണം എന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെയാണ് കഅബാലയം സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന അവ്വല ബൈതിൻ ഉലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ആരാധനാ മന്ദിരമാകുന്ന കഅബ അത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ബർക്കത്തുള്ള പ്രദേശമാണ് മക്കാ രാജ്യമെന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മസ്ജിദുൽ ഹറമിൽ നിന്ന് ഒരു റക്അത്ത് നമസ്കാരം അതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്
അതിനെ 1,00,000 പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലാ മസ്ജിദുൽ ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മൾ ഇന്ന് ളുഹർ നമസ്കരിക്കുന്നു, മസ്ജിദുൽ ഹറമിൽ നിന്നും ഇന്ന് നമ്മൾ ളുഹർ നമസ്കരിച്ചാൽ സഹോദരങ്ങളെ, മസ്ജിദുൽ ഹറമിൽ നിന്ന് ഒരു റക്അത്ത് നമസ്കരിക്കുന്നതിനോടൊപ്പം എത്താൻ നമ്മുടെ പള്ളിയിൽ നിന്ന് 1,00,000 റക്അത്ത് നമസ്കരിക്കണം. അപ്പൊ അത്ര വലിയ ശ്രേഷ്ഠത അവിടുത്തെ ഒരു റക്അത്ത് നമസ്കാരത്തിലുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രാജ്യം ഇത് ഹജറുൽ അസ്വദിന്റെ നാടാണ്. അൽ ഹജറുൽ അസ്വദി മിനൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജറുൽ അസ്വദ് അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള കല്ലാണ്. നസല ഹജറുൽ അസ്വദി മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണത്. വഹുവ അശദ്ദു ബയാദൻ മിനൽ ലബൻ, ആ കല്ല് സ്വർഗ്ഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്ന സമയത്ത് അത് പാലിനേക്കാൾ വെണ്മയുള്ളതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ സന്തതികളുടെ പാപം കാരണത്താലാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ അതിങ്ങനെ കറുത്തിരിക്കുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതേപോലെ ഇത് സംസമിന്റെ നാടാണ്, മാഉ സംസം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം. ഈ ദുനിയാവിലെ വെള്ളങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ വെള്ളം അത് മാഉ സംസമാണ്. ഫീഹി തുആമുൻ മിനത് തുഅം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ വിശപ്പുള്ളവനെ അവന്റെ വിശപ്പ് അകറ്റാൻ പര്യാപ്തമാണ് ആ വെള്ളം. വശിഫാഉൻ മിനസ് സുഖം. മാത്രമല്ല അത് രോഗത്തിനുള്ള ശമനവും അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മളെ അറിയിക്കുന്നത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിലെ 1919 ഹദീസായി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകിയത് ഈ സംസം വെള്ളം കൊണ്ടാണ്. മാത്രവുമല്ല സംസമാണ് ഏറ്റവും നല്ല വെള്ളം, ആ കിണറാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ കിണർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല സംസം കൊണ്ട് വയറ് നിറയുക എന്നത് ഒരു വിശ്വാസിയുടെ അടയാളമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാജ്യത്തെ സംബന്ധിച്ചും അതേപോലെ ഈ വെള്ളത്തെ സംബന്ധിച്ചും കൃത്യമായി നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല സഹോദരങ്ങളെ, ലോകത്തിലേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും കാലടി സ്പർശമേറ്റ ഒരു നാട്, അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നിദാനമായ ഒരു നാട്. മാത്രവുമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്. മാത്രവുമല്ല ആകാശത്തിൽ നിന്ന് നിരന്തരമായി മലക്കുകൾ വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി നൽകിയ പുണ്യഭൂമിയാണ് മക്ക രാജ്യമെന്നും ഈ രാജ്യത്തെ സംബന്ധിച്ച് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ നാട്ടിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഹജ്ജിന് പോയത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മഖബൂലും മബ്റൂറുമായ നല്ല ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് തിരിച്ചെത്താനും അവരുടെ കർമ്മങ്ങൾ നന്നാവാനും ഈ സമയത്ത് ആത്മാർത്ഥമായി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പുണ്യദിനങ്ങളിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ നാട്ടിലേക്ക് പോയി ഹജ്ജ് ചെയ്തവരുണ്ട്. സഹോദരങ്ങളെ, അവരോടൊന്ന് രണ്ട് കാര്യങ്ങൾ സ്നേഹത്തോടുകൂടെ ഈ സമയത്ത് ചോദിക്കാനുള്ളത്, സഹോദരങ്ങളെ, ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ശ്രദ്ധിക്കുന്നവരായിരുന്നു നമ്മൾ. എന്നാൽ ഇന്ന് ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ആ വിശുദ്ധിയും പാലിക്കാൻ കൃത്യമായി നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തയും ചോദ്യവും നാം ഓരോരുത്തരും നമ്മുടെ മനസ്സുകളോട് ചോദിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ
ആ വിശുദ്ധി അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രവുമല്ല, ഹജ്ജ് ചെയ്യാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാളെയാവാലോ പിന്നെയാവാലോ സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അതിനെങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഹാജിമാരൊരുങ്ങുന്ന ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വീണ്ടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആരെങ്കിലുമൊക്കെ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾ അതിനു വേണ്ടി ധൃതി കാണിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒപ്പം ഒരു ഉംറ പോലും ചെയ്യാൻ പടച്ചോനെ എനിക്കൊരു ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന സങ്കടത്തോടെ നൊമ്പരത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാത്ത ആളുകൾ. സഹോദരങ്ങളെ, നന്നായി പടച്ചോനോട് പ്രാർത്ഥിക്കുക. ഈ ഒരാഗ്രഹം വെച്ച് നന്നായി നമ്മുടെ പ്രിയപ്പെട്ട നാഥനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവൻ നമുക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് കൃത്യമായി നാം ഓരോരുത്തരും അറിയേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നന്നായി പാലിച്ച് നല്ലവരായി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, മക്ക രാജ്യത്തെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ 10 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്, അത്യപൂർവമായ ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആരാധനകൾ കൊണ്ട് ഈ ദിവസങ്ങളെ ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഈ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏത് ദിവസവും നമുക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9ന്റെ അറഫ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്, യുകഫിറു സനതല്ലതി ഖബ്ല വസ്സനതല്ലതി ബഅദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 2 വർഷക്കാലത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ പര്യാപ്തമായ നോമ്പാണ് അറഫ നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബുധനാഴ്ചയാണ് അറഫ നോമ്പുള്ളത്. ഈ നോമ്പ് എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖൈറു ദുആഇ ദുആഉ യൗമ അറഫ. ഒരാള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ പ്രാർത്ഥന ഈ അറഫ ദിനത്തിന്റെ അന്നത്തെ പ്രാർത്ഥനയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആളുകളെ ഏറ്റവും അധികമായി അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദിവസവും അറഫ ദിനമാണ്, ഹജ്ജിന്റെ ദിവസമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് സ്നേഹത്തോടു കൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, പെരുന്നാള് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബലി പെരുന്നാൾ വ്യാഴാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് കൃത്യം 7:15 നമ്മുടെ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും. 7:15 എന്ന് പറയാൻ കാരണം, നമ്മളൊരു സമയം പറഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് തന്നെ അത് തുടങ്ങലാണ് മര്യാദ.
ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ ദുനിയാവിലെ സ്ഥലങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ സ്ഥലമാണ് സഹോദരങ്ങളെ മിമ്പർ. പള്ളിയും പള്ളി മെമ്പറുകളും ഒക്കെ. അവിടുന്ന് നമ്മളൊരു സമയം എത്രയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലാഘവ ബുദ്ധി ആ വിഷയത്തിൽ കാണിക്കുന്നത് ശരിയല്ല.